തരട്ടെ കുഞ്ഞിതോ അച്ഛണ്ടാക്കി തന്നാ മതിയോ? അച്ഛണ്ടാക്കി തരാട്ടാ. പെയിന്റൊക്കെ അടിച്ച് ഏത് കളർ വേണം? ആളില്ലാതെ ഒറ്റയ്ക്ക് നടക്കുന്നു പോരെ.
വിളിച്ചിട്ടുണ്ടോ? ഈ നമ്പറിന് കോൾ വന്ന് എൻ്റെ അടുത്ത് വന്നു. കുക്ക് വരണ്ട. കുക്കുൻ്റെ ഒപ്പോ ചീച്ചിയോ? അതെ വരുന്നു. അമ്മയുടെ പേര് കുഞ്ഞപ്പി. അപ്പൊ ചേട്ടന്റെ പേര് അപ്പി. പാപ്പി. അങ്ങനെയല്ല ചേട്ടൻ വീട്ടിലെന്താ വിളിക്കണം? എന്റെ ഭംഗിയാട്ടാ ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകൾക്കൊന്നും പരിപാടി അവതരിപ്പിക്കാൻ പറ്റും. ചാക്യാര് വന്നിരിക്കുകയാണ്. ഒരു ചാക്യാർക്ക് ഒരു കയ്യടി തരാം. ഒന്നും വേണ്ട. ഈ വിദ്യാന്റെ മേജിക്ക് ഇഷ്ടായോ? ചാക്യാർ കൂത്തിന്റെ ഒരു സ്വഭാവം അറിയാലോ. പണ്ട് ചില ആളുകൾക്ക് ഉണ്ടാവും ഈ ചാക്യാരെന്താ ഇങ്ങനെ. ഈ വിദ്യാനെയും കൂടെ വേണം നമുക്ക്. ഇതേ ഹോളത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവണം. എന്തായാലും ഇങ്ങക്ക് ഇത് കഴിഞ്ഞാൽ പാട്ടൊക്കെ വരാൻ പോണേ ഉള്ളൂ. ഒരു കയ്യടി അവിടെ ന്യൂജൻ ആളുകളെ. അതന്നെ അല്ലേ? അതൊക്കെ നമ്മുടെ ആൾക്കാരാ. ചില ആളുകൾ വിചാരിക്കണ്ടാവും ഈ ചാക്യാരെന്താ ഇങ്ങനെ ഈ വേഷത്തിലെ താടിയും മുടിയൊക്കെ ആയിട്ട്. ഒന്നും നിരീക്കണ്ട. ന്യൂജൻ ചാക്യാരാണ്. നിരീച്ചാ മതി. ഇതാ ആ വിദ്യാമാർ കണ്ടോ? ന്യൂജൻ പറഞ്ഞാൽ എന്താ? ചില ആളുകളുണ്ട് അല്ലേ? ഇതാ അവരുടെ തലവൊക്കെ കക്കൂസ് കഴിഞ്ഞ ബ്രഷ് പോലിരിക്കുന്നത്. വേറെ ചില വിദ്വാന്മാര് വൈക്കോക്കുണ്ട പോലെ തലയിട്ടാ നടക്കണേ. ഇത് മാത്രമല്ല, ഈ വിദ്വാന്മാരൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇട്ടിരിക്കുന്ന വേന്തൊക്കെ ഇങ്ങനെ കിഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി അടിയുള്ള സംഗതിയൊക്കെ കാണാൻ തരത്തില്ല നമ്മുടെ പുതു തലമുറയുടെ നടപ്പ്. സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ വല്ലവരെയും എഴുതി വെച്ചിട്ടുണ്ടാവും. വല്ലവരുടെയും ആവാഞ്ഞാൽ മതി. വേറെ ചില വിദ്വാന്മാരുണ്ട് ജോക്കിന്ന് എഴുതി വെച്ചിരിക്കണം. ഇതിൽ പല ജോക്കിക്ക് വേറെ തന്നെ വേണം പറയാൻ അല്ലേ? ഈ വിദ്വാൻ എങ്ങാനും ചെന്ന് ആ ക്ഷേത്രമുറ്റത്ത് ചെന്ന് കുനിഞ്ഞു നിന്നാൽ
ബന്ധാരപ്പെട്ടിയെ വിചാരിച്ച് അവിടെ ആളുകൾ എന്തെങ്കിലും ഉണ്ടോ സന്തോഷം ഉണ്ട്. ചാക്യാരൊന്നും അങ്ങോട്ട് വരാം, നിങ്ങൾക്ക് ആവശ്യമുള്ള പാട്ടും ഒക്കെ അവിടെ വരാൻ പോണുണ്ട്. അല്ലെ, ചാക്യാർ കൂത്തിന്റെ ഒരു സ്വഭാവം അറിയാലോ. പണ്ടുകാലത്ത് രാജകൊട്ടാരങ്ങളിൽ രാജാവിനെ പോലും വിമർശിക്കാൻ കഴിയുള്ള ആളുകളാ ചാക്യാര് എന്ന് കരുതിയിട്ട് ചാക്യാരുടെ ഈ യുദ്ധനൊക്കെ വിമർശിക്കാൻ നിന്ന കൂത്താവില്ല എന്നതൊക്കെ ചാക്യാരെ പിടിച്ച് കുത്താവും. അതുപോലെ തന്നെ വന്ന പോലെ തന്നെ പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടാ. എന്തായാലും മുമ്പിലെ മുണ്ടിട്ടുള്ള ഏറ്റവും ഒന്ന് മുണ്ട് നേരിട്ടുള്ളൂ. ഒന്നും ഉണ്ടായിട്ടല്ല, പുറകിലുള്ള ആളുകൾക്ക് അത്ര അബദ്ധം ഉണ്ടാവില്ലേ. ചാക്യാര് പിടിച്ച് നോക്കി അബദ്ധമാണല്ലോ അല്ലേ. എങ്ങനെയാ അവിടെ നല്ല മിടുക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരേപോലെ കളറിട്ടിരിക്കണ്ടല്ലോ. ഇല്ല, അവിടെ വന്നിട്ട് പൊറാട്ട വെച്ചിക്കണ പോലെ ഒന്നും ഉണ്ടായിട്ടല്ല. ഇരിക്കണ ഉത്സവല്ലേ, സർവാഭരണ വിഭൂഷിതായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയല്ലേ. എന്താ സംഗതി, ഉത്സവമായിട്ട് വരാതെ കണ്ടില്ലെങ്കിൽ അതല്ലേ തഞ്ചക്കട തിരിച്ചിട്ടാണ്. എന്തായാലും ചാക്യാരി ആ സമയത്ത് വന്ന് നിൽക്കണേന്നുള്ള ബോധ്യം ചാക്യാർക്ക് നല്ലതുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് ഒരു സഹായം വേണം. അല്ലേ, അവിടെ ഉണ്ടല്ലോ കടുകുമണിയുടെ വലുപ്പമുള്ളൂ അല്ലേ, നല്ല മിടുക്കനാ. ഒന്നുമില്ല, പണ്ടൊക്കെ കുട്ടികൾക്ക് എങ്ങനെ പേരിടറിയ അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും സമാസമം ചേർന്ന കുട്ടികൾക്കൊക്കെ പേരിടും. എന്താ വെച്ചാൽ അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഉണ്ടാവും, അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും. ഇവിടെ എന്താ അച്ഛന്റെ പേരെന്താ കൃഷ്ണൻ, തരക്കടൊന്നുമില്ല, ഭഗവാന്റെ നാമധേയം. അമ്മയുടെ പേരെന്താ മിന്നി. അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും വെറുതെ അല്ല, കൃമി പോലെ ഇരിക്കണേ. എങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അച്ഛന്റെ പേരെന്താ നാരായണൻ, അമ്മയുടെ പേരെന്താ യമുന. രണ്ടും കൂടി ചേർന്ന സംവരണം പോലും തരാവില്ല. ഇതൊക്കെ മാറിയിട്ട് സംഗതി മൊത്തം മാറി. അച്ഛൻ എവിടെയാ ബോംബെയിലെ, അമ്മ എവിടെയാ ഡൽഹിയിലെ. എന്നാ മോൾക്ക് പോണ്ടാന്ന് പേരിട്ടാലോ. ഇത് മാത്രമല്ല, ഇപ്പൊ വേലായുധന്റെയും ജാനൂരിയും കാര്യ കഷ്ടം. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ സംസ്കാരങ്ങളല്ലേ. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ഇതുപോലെ തുറസായ അങ്കണങ്ങളിൽ ആഘോഷമൊക്കെ കുറവാ. എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാ. ഇങ്ങനെ ഒരു മേൽക്കൂരയൊക്കെ ഇട്ടിട്ട് എന്താ സംഗതി വേറൊന്നുമല്ല, അവിടെ ഇരുന്നോളൂ, നന്നായി സന്തോഷമുണ്ട്. വേറൊന്നുമല്ല, കാരണം ഇപ്പൊ അടുത്ത കാലത്ത് ചാക്യാരുടെ ഒരു പിറന്നാളുണ്ടായി. ഇപ്പൊ ആര് പറഞ്ഞു ചേട്ടാ ഇത്തവണത്തെ ആഘോഷം നമുക്ക് വീട്ടിൽ വേണ്ട. അതെന്താ സംഗതി, ഒന്നുമില്ല, പിറന്നാളല്ലേ, നമുക്ക് രണ്ടാൾക്കും പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പൊ വീട്ടിലുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ രണ്ടാളും മാത്രം പോകാനുള്ള പരിപാടി. എന്നാൽ ശരി പറഞ്ഞ് ഭാര്യനെയും കൂട്ടി അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് ഭാര്യയുടെ ഡിമാൻഡ്. എന്താ പിറന്നാളല്ലേ, പെട്ടെന്നൊന്നും ഭക്ഷണം പറയണ്ട, കുറച്ച് നേരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കാന്ന് അല്ലേ. വേറെ എവിടെ വേണേലും ഇരിക്കാം, സ്വന്തം ഭാര്യയുടെ മുഖത്ത് ഇങ്ങനെ 15 മിനിറ്റ് നോക്കിയിരിക്കുക പറഞ്ഞാൽ ഇതിനെ തന്നെ വേണം പറയാൻ. ചാക്യാർ അതും ചെയ്തു. അപ്പോഴാണ് തൊട്ട ടേബിളിൽ ഇരിക്കണ വേറൊരു വിദ്യ. അവിടെ ഒരു യുവതിയോട് ചോദിക്കുക, ലിവർ വേണോ കരളേന്ന്. ഭാര്യ നോക്കി ചാക്യാർ അറിയാത്ത മട്ടിൽ അവിടെ വന്നു. അപ്പോഴാണ് വീണ്ടും പുള്ളിക്കാരത്തിന് ചോദ്യം, എന്താ ഫിഷ് മോളി വേണോ മോളേന്ന്. ഇത് ഭാര്യ കേട്ടു. ഭാര്യ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ വേണം സ്നേഹമുള്ള ഭർത്താക്കന്മാര്, ചേട്ടന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാറില്ലേന്ന്. അപ്പൊ ചാക്യാര് കണ്ടില്ലാതെ ചോദിച്ചു, ബീഫ് വേണോ പോത്തേന്ന്. അല്ലെ, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ മലയാളികൾ ഇങ്ങനെ പോണ പോണ പോക്കൊക്കെ എന്താ ചെയ്യാ. കാരണം നമ്മുടെ സംസ്കാരം ഇങ്ങനെ മാറിയിട്ട് എന്തായി. പണ്ടൊക്കെ മുണ്ടും മേരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന ആളുകളെ അടുത്ത കാലത്ത് എന്തായി, നമ്മുടെ വനിതകളെ. പണ്ട് ഷീലയുടെ ഒക്കെ പടം കണ്ടറിയാം. കാരണം ഇങ്ങനെയായിരുന്നു വേഷം ഉണ്ടായിരുന്നത് അല്ലേ, ഇങ്ങനെ ചുറ്റി നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇത് മാറിയിട്ട് ഇപ്പൊ എന്തായി, അടുത്ത കാലത്ത് ചുരിദാർ എന്ന് പറയുന്ന ഒരു സംഗതി വന്നു അല്ലെ. ചുരിദാർ വന്നിട്ട് എന്താ ഉണ്ടായി, ഇങ്ങനെ നല്ലൊരു ഷാളൊക്കെ ഇട്ടിട്ടായി നമ്മുടെ വനിതകൾ നടത്തും. അല്ലെ, ചുരിദാറിന്റെ ഒരു പുതിയ സംഗതി ഉണ്ടല്ലോ, എന്താ അത്, പാട്യാല അല്ലേ. അതൊക്കെ ഒന്നിങ്ങനെ ആട്ടിയാലോ, അപ്പൊ പുരുഷന്മാര് വല്ലതും കാട്ടിയാലോ, അതഞ്ഞ് തീരണോ അല്ലേ. അതിന്റെ ഒരു കട്ടിക്കുണ്ട്, ഇങ്ങനെ കേറി ഇതുവരെ എത്തിയുള്ളൂ. എന്നിട്ട് നമ്മളെങ്ങാനും നോക്കിയാ ഇതും പൊത്തിപ്പിടിച്ചൊക്കെ നടപ്പല്ലേ. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു ഷാള് വന്ന സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോ എന്തായി, ഈ സംഗതി ഇങ്ങനെ കിടക്കാൻ തുടങ്ങി ഷാള് അല്ലേ. ഇത് മാറി ഇപ്പൊ ചിലരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ കിടക്കുക അല്ലേ.
അപ്പൊ അത് മാറി ചിലര് ബോക്സിങ്ങിന് പോണ പോലെ ഒരു പോക്ക ഇതന്നെയാണല്ലോ നല്ലത് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടാശ്രയത മുണ്ടും നേരിയത് അല്ലെങ്കിൽ വല്യമ്മക്ക് ചിറ്റിയ പോലെ എന്താ നല്ല സാരിയൊക്കെ അല്ലേ, ഇതിങ്ങനെ ചിറ്റിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ ചോദിച്ചാൽ നമ്മുടെ വനിതകൾ എല്ലാത്തിലും ഒരു ഫാഷൻ കൊണ്ടും അതാണല്ലോ അതിന്റെ സംഗതി. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫാഷൻ എവിടെ ചോദിച്ചാൽ ബ്ലൗസിലാ. എന്താ ബ്ലൗസിൽ ഫാഷൻ? ബ്ലൗസിന്റെ പുറകിൽ കാണാൻ ഒരു ജനാല, ഒരു കയറൂട്ട് കെട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ അതും മാറി ചിലരെ കണ്ടാൽ അങ്ങനെ ചാക്യാരുടെ പുറം പോലെ ഇരിക്കും അല്ലേ. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ മലയാളികൾ പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ എന്തായാലും മാറ്റങ്ങൾ നല്ലതിനാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. വാക്കുളം അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചാണ് ചാക്യാരി ഈ വേഷത്തിൽ ഇവിടെ അങ്ങനെ വന്നിരിക്കണേ. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ ആഘോഷത്തിന്റെ ഒരു പരിസമാപ്തിയിൽ നിൽക്കുക. സാധാരണ തമാശ പറയാൻ പറ്റിയൊരു സമയമല്ലാതെ അത് ചാക്യാർക്ക് ബോധ്യമുണ്ട്. അപ്പൊ ഇഷ്ടമായ ഒരു കയ്യടി തന്നോളൂ. അടുത്ത വിദ്യാലയം അപ്പൊ അടുത്ത ഒരു പരിപാടിക്കായിട്ട് നമ്മുടെ വിദ്യാലയം അങ്ങോട്ട് വിളിക്കുകയാണ്. ഒരു അടിപൊളി പാട്ടായിക്കോട്ടെ. Let me keep it simple, let me Swami Sharanamayyappa Sharanamayyappa Swami Sharanamayyappa Pranaya Satyam Paramayam Paravatalpalam Sukhabhavyam Paravamandiram Kirtanapuyam
അവിനാപദം ദേവവാസി പൂർണ്ണരാഗണം സുന്ദരാഗണം വലവതായുധം വീരവേദം പാവനം കീർത്തനപ്രിയം ഹരിരാമദം ദേവമാശ്രീ ത്രിഭുവനാചിരം ദേവതാപനം ഹൃദയം പ്രഭു ഉപദേശിനം പുരസപോലിനം ചിത്തിരം പ്രദം ഹരിരാമദം ദേവമാശ്രീ ഭയദയാവം ഭാവനാവം യോഗിഭൂഷണം ഗോവാംഗം കിംവനോദം ഹരിഹരാപദം ദേവശ്രീ കണപസ്മിതം സാധുജീവൻ ശോഭി മനോഹരൻ ശോഭി മനോഹരൻ ദേവമാശ്രേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ